വിശ്വാസമുണ്ടോ? ഇങ്ങനെ മാത്രം ഔലിയാക്കൾക്കുണ്ട് എന്ന വിശ്വാസം നിൽക്കണ്ട. ചിന്തിക്കുന്നു. സൂര്യന് പോലും മാറി നടന്നു. അങ്ങനെ ഉണ്ടാവുമോ? എന്നെപ്പോലത്തെ ആളുകൾ ഇനി ചരിത്രത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ലാലിക്കമിൻ ആയാത്തില്ല. ലാലിക്കമിൻ ആയാത്തില്ല. അള്ളാന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇത് സ്വാഭാവികമായ തെറ്റലല്ല. ഇത് മധ്യരേഖയിൽ സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും 23 ഡിഗ്രി തെക്കോട്ടും വടക്കോട്ടും തെറ്റുന്ന അതിന്റെ വാർഷിക കണക്കിന്റെ 3+3+3+3 എന്ന് വാർഷിക കണക്കിന്റെ തെറ്റലല്ലാതെ 23 ഡിഗ്രി വടക്കോട്ട് 3 മാസം കൊണ്ട് ഇറങ്ങി നേരെ തിരിച്ച് 3 മാസം കൊണ്ട് കയറി വന്ന് അങ്ങനെ 6 മാസം, അടുത്ത പരിച്ഛേദത്തിന്റെ 6 മാസം. ഇതാണ് സത്യത്തിൽ സൂര്യവർഷം. ഇതാ മധ്യരേഖയിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി. ആ ഘട്ടത്തിലും അതെന്ത് ചെയ്തു? എത്ര കാലമാണ് സൂര്യൻ ഇങ്ങനെ തെറ്റി നടന്നത്? എത്ര കാലമാണ്? 309 കൊല്ലം. 309 കൊല്ലം. 300 സിനീന വസ്ദാദു 309 കൊല്ലം. എന്തേ? അള്ളാന്റെ ഔലിയാക്കൾ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ ഔലിയാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലാത്തതാ. ഒരു മഹാന്മാരാ, വിഷമിപ്പിക്കാൻ പാടില്ല. ആർക്കല്ലോ ബോധം കൊടുത്തു? സൂര്യന് ബോധം കൊടുത്തു. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അവരുടെ പിന്നാലെ വന്ന നായ പോലും അവനെ ബഹുമാനിച്ചു. അവരെ പിന്നാലെ വന്ന നായെ അവർ എറിഞ്ഞോടിച്ചപ്പോൾ നായ പോയില്ല. പലവട്ടം എറിഞ്ഞോടിച്ചു. ആ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫ് ആ മഹാന്മാർ ഗുഹയിൽ അഭയം തേടാൻ വേണ്ടി പോവുകയായിരുന്നു. കുഫറിന്റെ കാലഘട്ടത്തിൽ കുഫറിന്റെ പ്രദേശത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആര്? മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ്. മുസ്ലിമീൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ, ന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹു അവരെ കൂട്ടത്തിൽ ഒരു തോട്ടക്കാരന്റെ നായ ഉണ്ടായിരുന്നു. ആ നായ അവരുടെ പിന്നാലെ പോന്നു. നായ അവർ എറിഞ്ഞോടിച്ചു. ഇപ്പോൾ അവർ നായ കൂടെ പോകുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. ഈ നായക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ പദവി നൽകുമെന്ന് ഇമാം മുഖാത്തിലിനെ തൊട്ടുദ്ധരിച്ചിട്ട് ആയത്തിൽ ബഹുമാനപ്പെട്ട ഇസ്മാഈൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇമാം മുഖാത്തിൽ തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, അശ്റത്തു മിനൽ ഹയവാനാത്തി തദ്ഖുലുൽ ജന്ന. 10 ജീവികൾ സ്വർഗ്ഗത്തിൽ കടക്കും. അതിൽപ്പെട്ട ഒരു ജീവി കൽബു അസ്ഹാബുൽ കഹ്ഫ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇത് ഖുർആനിൽ പറഞ്ഞ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ചിന്തിക്കുക. وإذا قيل لهم آمنوا كما آمن الناس. ചിന്തിക്കുക. എന്റെ ഒട്ടകം മരുഭൂമിയിൽ നഷ്ടപ്പെട്ടാൽ ഞാൻ ഖുർആനിലെ ആയത്തോടെ കണ്ടുപിടിക്കും. ആചാര്യ കറാമത്തുണ്ടായിരുന്നു മഹാനായ ഇബ്നു അബ്ബാസ്. കറാമത്താണല്ലോ, ഞാൻ നോക്കുന്നല്ല. എന്റെ ഒട്ടകം മരുഭൂമിയിൽ നഷ്ടപ്പെട്ടാൽ ഖുർആൻ, ഞാൻ ഒട്ടകത്തിന് തെരഞ്ഞു പോവല്ല ചെയ്യാം. ഞാൻ ഖുർആനിൽ ഞാൻ ഓടി നോക്കും, എവിടെയാണ് ഇപ്പോൾ ഒട്ടകമുള്ളതെന്ന് ആയത്തോടെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഈ വിശ്വാസം ഇങ്ങനെ കഴിവുണ്ടാവും. وإذا قيل لهم آمنوا كما آمن الناس. മഹാനായ ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു, മഹാനായ ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു. ചരിത്രം പറഞ്ഞാൽ എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് ന്യായം പറയും. അത് മൂസാ നബിയുടെ മനുഷ്യത്താണ്, അത് സുലൈമാൻ നബിയുടെ മനുഷ്യത്താണ്. അത് ആർക്കാ അഭിപ്രായമില്ലാത്തൊരു സുലൈമാൻ നബിയുടെ മനുഷ്യത്താണ്. ഒരു നബിയുടെ കീഴിലുള്ള വലിയ കറാമത്ത് ആ നബിയുടെ മനുഷ്യത്തിൽ പെടുമെന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? ഈ പാവപ്പെട്ട ഇങ്ങനെ കളിക്കും. ചിന്തിക്കലേ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിൽ സിംഹാസനം കൊണ്ടുവന്നു മഹാനായ ആസഫ് ബിൻ ബർഖിയ. അത് സുലൈമാൻ നബിയുടെ മനുഷ്യത്താണ് എന്ന ഹദീസുണ്ട്.
ഉണ്ടാവണല്ലോ. لكل وال له قدام وإني على قدم النبي بدر الكمال. ആര് പറഞ്ഞു? ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. വലിയ കറാമത്ത്, ഏതൊരു വലിയ കറാമത്തും ആ വലിയ മുകളിലുള്ള നബിയുടെ മുഅജ്ജത്തിൽ ഉൾപ്പെടുമെന്ന ആൾക്കാർ താല്പര്യം. കാരണം വലിയ വിലായത്തുണ്ടാകാൻ കാരണം ഒരു നബിയോട് ചേർന്നല്ലേ. ഒറ്റക്കൊരു വലിയില്ല. ഇവിടെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട സാജി ഇവിടെ പറഞ്ഞല്ലോ മൂസാ നബിയെ പറ്റി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ആ മൂസാ നബി ഇനി ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിൽ എന്റെ പിന്നാലെ നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹ് എന്നോട്. ആ മൂസാ നബിയുടെയും നബിയാണ് മുഹമ്മദ് നബി. മൂസാ നബിയുടെയും നബിയാണ് മുഹമ്മദ് നബി. അതിൽ പാർക്ക തർക്കണം ആണല്ലോ. ما بعث الله نبيا إلا آمن بمحمد. മുഹമ്മദ് നബിയുടെ നുബുവത്ത് അംഗീകരിക്കാൻ ഒരാൾക്ക് അല്ലാഹു നുബുവത്ത് നൽകിയിട്ടില്ല. النبيين في خلق وفي خلق ولم يجانوه في علم ولا كرم لا يصلي وسلم دائما أبدا على حبيبك خير الخلق كلهم. الله نافع علمنا ترته. الله نافع علمنا ترته. ഇതല്ലേ, ഇതാണ് സ്വഹാബത്തിന്റെ വിശ്വാസം. ഇതാണ് ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള വിശ്വാസം. അവർക്ക് കറാമത്തിനെ കുറിച്ച് ഉറച്ച ബോധമുണ്ടായിരുന്നു. കറാമത്ത് കാണിച്ച വലിയനെ, സഹാബിയായ വലിയനെ ആദരിച്ചില്ലേ ഉമർ ബിൻ ഖത്താബ്? കറാമത്തിന് വേണ്ടി ദുആ ചെയ്തില്ലേ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്? قالوا حرقوه وانصروا آلهتكم إن كنتم فاعلين قلنا يا نار كوني بردا وسلاما على إبراهيم. എന്ന ആയത്തോടുമ്പോഴെല്ലാം കാന യദ്ഉ ബിഹദ ദുആഇ, ഇങ്ങനെ ഒരു ദുആ ചെയ്യുമായിരുന്നു സയ്യിദുനാ ഉമർ. قالوا حرقوه وانصروا آلهتكم إن كنتم فاعلين قلنا يا نار كوني بردا وسلاما على إبراهيم. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടപ്പോൾ ഒരു രോഗം പോലും കരിയാതെ സുസ്മേരമദനായി രക്ഷപ്പെട്ടു സയ്യിദുനാ ഇബ്രാഹിം. ഈ ആയത്തോടുമ്പോഴെല്ലാം ദുആ ചെയ്യുമാറില്ലായിരുന്നു. ബിഹാദ ദുആഇ, ഇങ്ങനെ ഒരു ദുആ ചെയ്യാറുണ്ടായിരുന്നു സയ്യിദുനാ ഉമർ. എങ്ങനെ? اللهم لا تمتني حتى أرى من أمة محمد صلى الله عليه وسلم أحدا فعل به كما فعل بإبراهيم خليلا. ഇബ്രാഹിം നബിയെ കൊണ്ട് ചെയ്യപ്പെട്ടതുപോലെ ചെയ്യപ്പെട്ടിട്ടും ഒരു രോമം പോലും കരിയാതെ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അഗ്നികുണ്ഡത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വരുന്ന ഒരാളെ ഈ ഉമ്മത്തിൽ എനിക്ക് നീ കാണിച്ചു തരാതെ എന്നെ നീ മരിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു സയ്യിദുനാ ഉമർ എന്ന് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം. ചിന്തിക്കും أحدا فعل به كما فعل بإبراهيم خليلا. കറാമത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നു സയ്യിദുനാ ഉമർ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?